വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ LDC പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സുകൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ചെറിയ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിരക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നിലവിൽ നമ്മുടെ RBIയുടെ ബാങ്ക് റേറ്റ് എത്രയാണ്? 6.75%. അതായത് ബാങ്ക് റേറ്റ് 6.75%. ഇനി റിപ്പോ റേറ്റ് എത്രയാണ്? റിപ്പോ റേറ്റ് 6.50% ആണ്. അതായത് ബാങ്ക് റേറ്റിനേക്കാളും എപ്പോഴും ഒരു 0.25 കുറവായിരിക്കും നമ്മുടെ റിപ്പോ റേറ്റ്, അല്ലെങ്കിൽ റിപ്പോ റേറ്റിനേക്കാൾ 0.25 കൂടുതലാണ് ബാങ്ക് റേറ്റ് എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? 3.35% ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% ആണ്. അടുത്തത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് MSFR എത്രയാണ്? അത് 6.75 ആണ്. ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എപ്പോഴും റിപ്പോ റേറ്റിനേക്കാൾ എത്രയായിരിക്കും? 0.25 കൂടുതലാണ്. അടുത്തത് CRR റേറ്റ് അതെത്രയാണ്? CRR റേറ്റ് 4.50 ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ 4.50% ആണ്. അടുത്തത് SLR ആണ്. SLRൻ്റെ റേറ്റ് എത്രയാണ്? 18%. അതായത് 100 രൂപ ഉണ്ടെങ്കിൽ 18% SLR റേറ്റ്. ഓക്കെ, 18 രൂപയാണ് SLR റേറ്റ്, 100-ന് 18. ഓക്കെ അല്ലേ? അതായത് 18%. അപ്പോൾ ഒന്നുകൂടി വേഗം പറയാം. ആദ്യം നമുക്ക് റിപ്പോ റേറ്റ് പറയാം. റിപ്പോ റേറ്റ് 6.50 ആണ്. പിന്നീട് നമ്മൾ നോക്കുന്ന ബാങ്ക് റേറ്റും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും ഇതിനേക്കാൾ 0.25 കൂടുതലാണ്. അപ്പോൾ എത്രയാണ്? 6.75 ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും ബാങ്ക് റേറ്റും. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിൽ 3.35 ആണ്. ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എപ്പോഴും റിപ്പോ റേറ്റിനേക്കാൾ കുറവായിരിക്കും. ഓർത്തു വയ്ക്കുക, റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കുറവായിരിക്കും. റിവേഴ്സ് റിപ്പോ റേറ്റ് അപ്പോൾ എത്രയാണ്? 3.35 ആണ്. ഇനി CRR റേറ്റ് നോക്കാം. അത് 4.50% ആണ്. SLR റേറ്റ് 18% ആണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.